ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായൊരു ജീൻസിനിടാൻ പറ്റുന്ന ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെസ്റ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ സ്ലീവ്സിലും ബോക്സ് പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ളതായ നല്ല ഭംഗിയുള്ളതായൊരു ടോപ്പാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് തുടങ്ങാൻ നമ്മുടെ ലൈനിങ് പീസ് 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ളതായ ടോപ്പിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അതിലുള്ളതായ സെയിം നെക്കും ആം ഹോളും ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാ മെഷർമെൻറ്റ്സും തന്നെ കാണിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമ്മളുടെ നെക്കും ആം ഹോളും നമ്മൾ നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് പീസ് മെയിൻ പീസിനെക്കാട്ടും 4 ഇഞ്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിങ് പീസിലേക്ക് നമ്മൾ ഇനി മെയിൻ പീസുകൾ യോക്ക് പാർട്ടായിട്ടും ബോട്ടം പാർട്ടായിട്ടും പ്ലീറ്റ്സ് ആയിട്ടും ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ മെയിൻ പീസ് ഈ ഒരു തുണിയാണ്. അത് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് ആം ഹോളും നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മുടെ യോക്ക് പാർട്ട് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെസ്റ്റിലേക്കും സ്ലീവിലേക്കും ബോക്സ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പീസാണ് കട്ട് ചെയ്യുന്ന. 4 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 40 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. 10 ഇഞ്ച് വെച്ചിട്ട് 4ആയിട്ടാണ് തുണി മടക്കിയിട്ടുള്ളത്. 40 ഇഞ്ച് നീളമുള്ള തുണി ഒരു 3 പീസ്, ഒരു പീസ് ചെസ്റ്റിലേക്കും 2 പീസ് സ്ലീവ്സിലേക്കും ബോക്സ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ടം പാർട്ടാണ് യോക്കുമായിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അതൊരു 15 ഇഞ്ച് നീളവും അത് ഈ സെയിം 40 ഇഞ്ച് ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ായിട്ട് നമ്മളുടെ സ്ലീവ്സും കൂടി കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഫുൾ സ്ലീവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ വെച്ചിട്ടാണ് നമ്മുടെ സ്ലീവിൻ്റെ ആ കർവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ എല്ലാ കട്ടിങ്ങും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ യോക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ നെക്ക് മടിച്ചിട്ട് മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ താഴേക്കായിട്ട് ആദ്യം ബോക്സ് പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആ ബോക്സ് പ്ലീറ്റ്സ് ചെസ്റ്റിൻ്റെ അവിടെ ആദ്യം വെച്ചിട്ട് നമ്മുടെ പിന്നെ യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴേക്കുള്ള ബോട്ടം പാർട്ടിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ആ ബോക്സ് പ്ലീറ്റ്സ് ഇട്ട പീസിൻ്റെ ഒപ്പം വെച്ചിട്ട് യോക്ക് പാർട്ടിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മുടെ ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
പീസ് നല്ല ഭംഗിയിൽ ചെസ്റ്റിൻ്റെ അവിടെ ബോക്സ് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ്ങും കൂടി ഒന്ന് മടക്കി അടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് പീസാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്ക് പീസും സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ആ ബാക്കിലേക്ക് ബോക്സ് പ്ലീറ്റ്സ് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലതുപോലെ എങ്ങനെ തയ്ക്കേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കിലേക്ക് നമ്മൾ ബോക്സ് പ്ലേറ്റ്സ് ഇടുന്നില്ല, ജസ്റ്റ് ആ ഫ്രിൽഡ് ബോട്ടം പീസ് മാത്രമേ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഷോൾഡേഴ്സ് ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആം ഹോളാണ്. ആം ഹോളിലേക്ക് ആദ്യം തന്നെ ബോക്സ് പ്ലീറ്റ്സ് ഇട്ടതായ തുണി ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷേ നല്ല ഡിഫറെൻ്റായിട്ട് ലീനായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഫാറ്റി ആയിട്ടും ചബ്ബി ആയിട്ടും കാണുന്ന രീതിയിലുള്ള നല്ലൊരു ടോപ്പാണ്. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ട്. തയ്ച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് സെയിം കളർ ആയതുകൊണ്ട് വീഡിയോയിൽ അത്രയും വലിയ ഡിഫറൻസ് കാണുന്നില്ല, പക്ഷേ ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ സ്ലീവ്സിൻ്റെ അറ്റം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ സ്ലീവ്സ് ജോയിൻ ചെയ്യാണ്. യോക്ക് പാർട്ട് വരെ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യുന്നുള്ളൂ. താഴത്തെ ബോട്ടം പീസും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ ചെയ്താൽ മതി. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തയ്ച്ച ഭാഗങ്ങളൊന്നും തന്നെ പുറമെ കാണാതെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടും. അപ്പോൾ അതേ ഫ്രണ്ടിലെ ചെസ്റ്റിൻ്റെ അവിടെ വന്നിട്ടുള്ള ബോക്സ് പ്ലീറ്റ്സും നമ്മുടെ സ്ലീവ്സിൽ വന്നിട്ടുള്ള ബോക്സ് പ്ലീറ്റ്സും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പഫി ആയിട്ട് നല്ല ഭംഗിയിൽ കിടക്കുന്ന നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ പിടിച്ച സ്ഥലത്ത് നിൽക്കുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതേ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.